ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ടെക്സ്റ്റ് ട്യൂട്ടർ അക്കാദമി. ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള സഫറോം കി ജുഗൽബന്ദി എന്ന ഭാഗത്തിലെ ഗിഡ്കി എന്ന പാഠഭാഗമാണ് എടുക്കാൻ പോകുന്നത്. സഫറോം കി ജുഗൽബന്ദി എന്ന് വെച്ചാൽ എന്താ? യാത്രകളുടെ സംയോജനം അഥവാ ഹാർമണി ഓഫ് ജേണി, അതൊക്കെയാണ് അർത്ഥം. സഫറോം കി ജുഗൽബന്ദി എന്ന പാഠഭാഗത്തിന്റെ ഫസ്റ്റ് പേജിലായിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ കാണുന്നുണ്ട്? ഒരു റെയിൽവേ സ്റ്റേഷന്റെ അന്തരീക്ഷം കാണുന്നില്ലേ? അതിൽ പലതരത്തില് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറെ കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു പാഠം തുടങ്ങുന്നത് തന്നെ എന്താ? ഒരു ഹൈക്കോട് കൂടിയിട്ടാണ് ഈ പാഠഭാഗം തുടങ്ങുന്നത്. ഹൈക്കു എന്ന് വെച്ചാൽ എന്തൊക്കെയാന്നൊക്കെ നമുക്ക് അടുത്ത ഒരു പാഠത്തിൽ പറയുന്നുണ്ട്. അതിൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം. അപ്പൊ നമുക്ക് ഈ ഹൈക്കു ഒന്ന് വായിച്ചു നോക്കിയാലോ. ഈ സഫർ മീം നീന്ത് ഐസി ഖോ ഗയി, ഹംനെ സോയെ രാത് ദക്കർ സോ ഗയി. ആരുടേതാണ് ഈ ഹൈക്കു? രാഹി മാസൂം രസ പറഞ്ഞിട്ടുള്ള ഒരു ഹിന്ദി ഉറുദു റൈറ്റർ ആയിരുന്നു ഇദ്ദേഹം. എന്താ? ബോളിവുഡ് ഗാനരചയിതാവ് കൂടിയായിരുന്നു. ഇദ്ദേഹത്തിന്റെ ഹൈക്കു ആണിത്. ഇതിൽ എന്താ പറയുന്നത്? ഈസ് സഫർ മീം, സഫർ എന്ന് വെച്ചാൽ നമുക്കറിയാം അല്ലെ, എല്ലാവർക്കും അറിയാം. സഫർ എന്ന് വെച്ചാൽ എന്താ? യാത്രയ്ക്കാണ് സഫർ എന്ന് പറയുന്നത്. ഈ സഫർ മീം. പക്ഷെ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? ഇവിടെ യാത്ര എന്ന് ഉദ്ദേശിക്കുന്നത് ജീവിതമാകുന്ന യാത്ര എന്നാണ്. ഈ സഫർ മീം നീന്ത് ഐസി ഖോ ഗയി, ഞങ്ങളുടെ ജീവിതമാകുന്ന ഈ യാത്രയിൽ നീന്ത് ഐസി ഖോ ഗയി, ഉറക്കം താനെ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഉറക്കം പൂർണ്ണമായും ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. തങ്ങൾക്ക് ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഹംനെ സോയെ രാത് ദക്കർ സോ ഗയി, ഹംനെ സോയെ ഞങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, ഉറക്കം ഞങ്ങൾക്ക് ലഭിക്കുന്നില്ല. രാത് ദക്കർ സോ ഗയി, അങ്ങനെ ഞങ്ങൾ ക്ഷീണിച്ച് അവശരായി താനെ ഉറങ്ങിപ്പോവുകയാണ്. എപ്പോൾ? രാത്രി വളരെ വൈകി ഉറങ്ങിപ്പോവുകയാണ്. ഈ സഫർ മീം നീന്ത് ഐസി ഖോ ഗയി, ഈ ജീവിതമാകുന്ന ഈ യാത്രയിൽ തങ്ങളുടെ ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുന്നു. കാരണം എന്തൊക്കെയായിരിക്കാം? അതെ, ഇവരുടെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ജീവിതത്തിൽ നേരിടുന്ന പലതരം സംഘർഷങ്ങളും വെല്ലുവിളികളും ഒക്കെ ആയിരിക്കാം അല്ലെ ഇവരുടെ ഒരു ഉറക്കം നഷ്ടപ്പെടുത്തിയതിന് പിന്നിലുള്ള ഒരു കാരണം. അതെ, അതൊക്കെയാണ് ഇവിടെ പറയുന്നത്. ഹംനെ സോയെ രാത് ദക്കർ സോ ഗയി, ഞങ്ങളുടെ ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുന്നു, ഞങ്ങളുടെ ഉറക്കം എന്നേക്കുമായി നഷ്ടപ്പെട്ടിരിക്കുന്നു. അതൊക്കെയാണ് ഈ ഒരു ഹൈക്കുയിൽ പറയുന്നത്. യാത്രയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ മനുഷ്യനായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഹൈക്കു ആണിത്. അടുത്ത പേജിലായിട്ട് നമുക്ക് എന്ത് കാണാം? ഒരു ഉദ്ഘോഷണം കാണാം. ഉദ്ഘോഷണം എന്ന് വെച്ചാൽ നമുക്കൊക്കെ അറിയാലേ, എന്താ? അതെ, അനൗൺസ്മെന്റ് അഥവാ അറിയിപ്പ്. അതിനൊക്കെയാണ് എന്ത് പറയുന്നത്? ഉദ്ഘോഷണ എന്ന് പറയുന്നത്. ഇവിടെ ഒരു അറിയിപ്പ് വായിക്കാണ്. യാത്രിയോം കൃപയാ ധ്യാൻ ദേ, ഗാഡി നമ്പർ 16348 തിരുവനന്തപുരം से मंगलुरु तक जाने वाली തിരുവനന്തപുരം മംഗളൂരു എക്സ്പ്രസ് പ്ലാറ്റ്ഫോം നമ്പർ 2 पर आ रही है. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരു ഉദ്ഘോഷണ. അതെന്തിനാ? നമുക്ക് ഈ ഒരു റെയിൽവേ സ്റ്റേഷന്റെ ഒരു അന്തരീക്ഷം കിട്ടാൻ വേണ്ടിയിട്ട് കൊടുത്തിരിക്കുകയാണ്. ചിത്രത്തിൽ പലതരം കാര്യങ്ങളുണ്ട് റെയിൽവേ സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട. നമ്മൾ എപ്പോഴാണോ റെയിൽവേ സ്റ്റേഷനിൽ പോകുന്നത് അപ്പൊ കാണുന്ന കുറെ കാഴ്ചകൾ ഇതിൽ കാണുന്നുണ്ട്. ചോദിക്കാണ്. എന്താ ചോദിക്കുന്നത്? डिब्बे के अंदर के कार्यकलापों की कल्पना करे और अभिनय करके दिखाए. डिब्बे എന്ന് വെച്ചാൽ എന്താ? ഡിബ്ബെ എന്ന് വെച്ചാല് ബോഗി. അതെ, തീവണ്ടിയുടെ ബോഗിക്കാണ് എന്ത് പറയുന്നത്? ഡിബ്ബെ എന്ന് പറയുന്നത്. ഡിബ്ബയ്ക്ക് അന്തർക്കെ, ഡിബ്ബയുടെ അല്ലെങ്കിൽ ബോഗിയുടെ ഉള്ളിൽ നടക്കുന്ന, അന്തർ എന്ന് വെച്ചാൽ ഉള്ളിൽ, ഡിബ്ബയുടെ ഉള്ളിൽ നടക്കുന്ന കാര്യകലാപവും, എന്തൊക്കെ പ്രവർത്തികളാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് അതിൻ്റെ ഉള്ളിൽ നടക്കുന്നത്, അതിനെ കുറിച്ചിട്ട് കൽപ്പന എന്ന് പറഞ്ഞാൽ എന്താ? ഇമാജിൻ ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? കൽപ്പന എന്ന് പറയുന്നത്. കൽപ്പന ഇമാജിൻ ചെയ്യുകയും അഭിനയ് കർക്കെ ദിഖായേ, അതെന്താ? അഭിനയിച്ച് കാണിക്കുക അല്ലെങ്കിൽ അത് ആക്ട് ചെയ്ത് കാണിക്കാനാണ് പറയുന്നത്. ജൈസെ, എങ്ങനെയൊക്കെ? ചായ് വാല ചായ് ബേച്ച് രഹാ ഹേ, ചായക്കാരൻ ചായ വിൽക്കുന്നു. ടിക്കറ്റ് ചെക്കർ ടിക്കറ്റ് ജാഞ്ച് കർ രഹാ ഹേ, ടിക്കറ്റ് ചെക്കർ എന്ന് പറഞ്ഞാൽ എന്താ? ടിക്കറ്റ് ചെക്കർ എന്താ? അതെ, TTRനാണ് എന്ത് പറയുന്നത്? ടിക്കറ്റ് ചെക്കർ എന്ന് പറയുന്നത്. ടിക്കറ്റ് ചെക്കർ ടിക്കറ്റ് ജാഞ്ച് കർ രഹാ ഹേ, ടിക്കറ്റ് ചെക്ക് ചെയ്യുന്നു. ടിക്കറ്റ് ചെക്കർ എന്താ? എല്ലാവരും ടിക്കറ്റ് ഒക്കെ എടുത്തിട്ടുണ്ടോ, കറക്റ്റ് ആയിട്ടാണോ എടുത്തത്, ആ കാര്യങ്ങളൊക്കെ എന്താ? ചെക്ക് ചെയ്യുന്നു. വേക്കിലെടുക്ക ബിസ്ക്കറ്റ് ബേച്ച് രഹാ ഹേ, എന്താ? ഒരു ആൺകുട്ടി ബിസ്ക്കറ്റ് വിൽക്കുന്നു. ബേച്ച് രഹാ ഹേ, വിൽക്കുന്നു.
യാത്രി ഖിഡ്കി സെ ബാഹർ ദേഖ് രഹേ ഹേ. യാത്രക്കാരൻ ഖിഡ്കി സെ ബാഹർ ദേഖ് രഹേ ഹേ. യാത്രക്കാരൻ ജനലിലൂടെ പുറത്തേക്ക് നോക്കുന്നു. ഖിഡ്കി സെ ബാഹർ ദേഖ് രഹേ ഹേ. ജനലിലൂടെ യാത്രക്കാരൻ പുറത്തേക്ക് നോക്കുന്നു. ഇത്രയും കാര്യങ്ങൾ എന്താ നിങ്ങളോട് ഇമാജിൻ ചെയ്തിട്ട് ആക്ട് ചെയ്യാനാണ് പറയുന്നത്. ഇതൊക്കെ നിങ്ങൾക്കുള്ള പ്രവർത്തികളാണ് കേട്ടോ. ഇതൊക്കെ നിങ്ങൾ ക്ലാസ്സിൽ ഗ്രൂപ്പായിട്ട് ചെയ്യേണ്ട ആക്ടിവിറ്റീസ് ആണ്. ഓക്കെ, ഇതാ നമ്മൾ നമ്മുടെ പാഠത്തിലേക്ക് കടന്നിരിക്കുകയാണ് അല്ലേ. പാഠത്തിന്റെ പേരെന്താണ്? ഖിഡ്കി. ഖിഡ്കി എന്ന് വെച്ചാൽ എന്താ? ജനൽ അഥവാ വിൻഡോ. അതിനൊക്കെയാണ് എന്ത് പറയുന്നത്? ഖിഡ്കി എന്ന് പറയുന്നത് അല്ലേ. ഖിഡ്കി ആരാണ്? ഇതൊരു ലഘുകഥയാണ്. ലഘുകഥ എന്ന് വെച്ചാൽ എന്താ മക്കൾക്ക് അറിയാം അല്ലെ. ഷോർട്ട് സ്റ്റോറി. ഷോർട്ട് സ്റ്റോറിക്കാണ് എന്ത് പറയുന്നത്? ലഘുകഥ. ലഘു എന്ന് വെച്ചാൽ ചെറിയ, കഥ എന്ന് വെച്ചാൽ കഹാനി അഥവാ സ്റ്റോറി. അപ്പോൾ ലഘുകഥ എന്ന് വെച്ചാൽ ഷോർട്ട് സ്റ്റോറി. ഷോർട്ട് സ്റ്റോറിയാണ് എന്ത്? ഖിഡ്കി. ഖിഡ്കി എന്ന് വെച്ചാൽ ജനൽ. അപ്പൊ എന്താ വാതിലിന് പറയാ? ഖിഡ്കി ജനലാണ് അല്ലെ. വാതിലിന് എന്താ പറയാ? എല്ലാരും പറഞ്ഞേ. അതെ, ദർവാസ. ദർവാസ എന്ന് വെച്ചാൽ വാതിൽ. ഖിഡ്കി. ഖിഡ്കി ആരാണ് എഴുതിയത്? ഈ ഒരു മനോഹരമായിട്ടുള്ള ചെറുകഥ എഴുതിയിരിക്കുന്നത് അഞ്ജു ഖർബന്ദയാണ്. അഞ്ജു ഖർബന്ദ ഓദറിന്റെ പേരാണ് അഞ്ജു ഖർബന്ദ. അഞ്ജു ഖർബന്ദനെ കുറിച്ചിട്ട് നമ്മൾ അടുത്ത പേജിൽ പറയുന്നുണ്ട്. അപ്പൊ ഈ മനോഹരമായിട്ടുള്ള ഈ ഒരു ചെറുകഥ എഴുതിയത് ആരാണ്? അഞ്ജു ഖർബന്ദ. ഇതിൽ നമ്മൾ എന്താ കാണുന്നത്? ഒരു മെയിൽ ക്യാരക്ടറിനെ കാണുന്നുണ്ട്. തൊട്ടടുത്തൊരു സ്ത്രീ ഇരിക്കുന്നുണ്ട്. കൂടെ എന്താ 2 കുട്ടികളും ഇരിക്കുന്നുണ്ട് അല്ലേ. ഇത് ബോഗിയുടെ ഉള്ളിൽ നടക്കുന്ന ഒരു ചെറിയൊരു ഭാഗമാണ്. ഇതിന്റെ ഉള്ളിൽ കുറെ വേറെ യാത്രക്കാർ ഇരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇതൊരു ഭാര്യയും ഭർത്താവും അവരുടെ കുട്ടികളും ആവാം. നോക്കാം, നമുക്ക് കഥയിലേക്ക് കടന്നു നോക്കാം. അവരവരുടെ ലഗേജസ് കാര്യങ്ങളൊക്കെ ഭദ്രമായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. അവരെന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അല്ലേ. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ഭാഗത്ത് കാണാൻ പറ്റും. ഇനി നമുക്ക് നമ്മുടെ ഓദറിനെ കുറിച്ച് പറയാം. ഓദറിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ ഓദർ. ഓദറിന്റെ പേരെന്താണ്? പറയൂ. ഖിഡ്കി എഴുതിയത് ആരാണ്? ലഘുകഥ ഷോർട്ട് സ്റ്റോറി എഴുതിയത് അഞ്ജു ഖർബന്ദ. അഞ്ജു ഖർബന്ദയാണ് ഇത്. ഇവര് ജനിച്ചത് 31 ഒക്ടോബർ 1961, 31 ഒക്ടോബർ 1971 ഇവര് ജനിച്ചത്. അഞ്ജു ഖർബന്ദ കാ ജൻ ദില്ലി മേം ഹുവാ. അഞ്ജു ഖർബന്ദയുടെ ജനനം എവിടെയായിരുന്നു? ദില്ലിയിലായിരുന്നു. വേ അധ്യാപിക. അവർ ഒരു അധ്യാപികയായിരുന്നു. ലേഖിക തഥാ റേഡിയോ കലാകാർ ഹേ. അവരൊരു അധ്യാപികയും ലേഖികയും പിന്നെന്താ ഒരു റേഡിയോ കലാകാരി കൂടി ആയിരുന്നു. ലഘുകഥ, കവിത, സംസ്മരൺ ആദി വിധാവുമേ വേ കാര്യരത് ഹേ. പറയാണ് ലഘുകഥ ഷോർട്ട് സ്റ്റോറി, കവിത കവിതകൾ, സംസ്മരൺ ഓർമ്മക്കുറിപ്പ്, ആദി വിധാവും തുടങ്ങിയ മേഖലകളിലൊക്കെ എന്താ ഇവർ പ്രയത്നിച്ചിരുന്നു. ഇവർ ഇവരുടേതായിട്ടുള്ള ഒരു സ്ഥാനം കൊടുത്തിരുന്നു. ഉജ്ലി ഹോത്തി ബോർ, കിങ്സ്വേ ക്യാമ്പ് ദില്ലി നൗ. ഉജ്ലി ഹോത്തി ബോർ, കിങ്സ്വേ ക്യാമ്പ് ദില്ലി നൗ തുടങ്ങിയവയൊക്കെ എന്താ ആദി പ്രകാശിത് കൃതിയാൻ ഹേ. ഇതൊക്കെയാണ് ഇവരുടെ പ്രകാശനം ചെയ്യപ്പെട്ട കൃതികൾ. ഏതൊക്കെയാണ്? ഉജ്ലി ഹോത്തി ബോർ, കിങ്സ്വേ ക്യാമ്പ് ദില്ലി നൗ. ഇതൊക്കെയാണ് ഇവരുടെ പ്രധാനപ്പെട്ട പ്രകാശനം ചെയ്യപ്പെട്ട പുസ്തകങ്ങൾ, കൃതികൾ. ഇതൊക്കെ നല്ല നോട്ട്സ് ആട്ടോ. നിങ്ങൾക്ക് ഖിഡ്കി എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ഓദറിനെ കുറിച്ച് എഴുതാനുള്ള ക്വസ്റ്റ്യൻ വരാം. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളെ കുറിച്ചിട്ട് ഒരു ഷോർട്ട് നോട്ട് എഴുതേണ്ടി വന്നാൽ യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് പോയിന്റ്സ് ആണ്. ഇവരുടെ പ്രകാശനം ചെയ്യപ്പെട്ട കൃതികൾ ഏതൊക്കെയാന്നൊക്കെ എഴുതാം. ഏതൊക്കെയാണ്? ഉജ്ലി ഹോത്തി ബോർ, കിങ്സ്വേ ക്യാമ്പ് ദില്ലി നൗ. ഇതൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് സ്കോർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഓർത്ത് വെക്കുക എല്ലാവരും. സാവിത്രിബായി ഫൂലെ സമ്മാൻ സെ വേ പുരസ്കൃത ഹേ. ഇവർക്ക് ലഭിച്ച ഒരു പുരസ്കാരത്തിന്റെ പേരാണ് പറയുന്നത്. എന്താ? സാവിത്രിബായി ഫൂലെ സമ്മാൻ. അതായത് നമ്മുടെ പറയില്ലേ കേന്ദ്ര സാഹിത്യ അക്കാദമി അങ്ങനെയൊക്കെ പറയുന്ന പോലെ ഒരു അവാർഡിന്റെ പേരാണിത്. സാവിത്രിബായി ഫൂലെ സമ്മാൻ. ഇത് ഇവർക്ക് ലഭിച്ച ഒരു പുരസ്കാരമാണ്. ഇത്രയും കാര്യങ്ങളാണ് എന്ത് പറയുന്നത് നമ്മുടെ ഖിഡ്കി പറഞ്ഞ ചാപ്റ്ററിന്റെ ഓദറായിട്ടുള്ള അഞ്ജു ഖർബന്ദയെ കുറിച്ച് പറയുന്നത്. നമുക്ക് നമ്മുടെ യൂണിറ്റിലേക്ക് കടക്കാം. നമ്മുടെ പാഠഭാഗം തുടങ്ങാണ് കേട്ടോ. എന്താ? ഖിഡ്കി. പാഠഭാഗത്തിന്റെ പേരാണ് എന്ത്? ഖിഡ്കി. തുടങ്ങിയാലോ? ഫസ്റ്റ് പാരഗ്രാഫ് ആണ് ഇത്. നോക്കാം. ഹോഷിയാർപൂർ സെ ഷാദി ഖാ ബുലാവ ആയാ ദാ.
എന്താ പറയുന്നത്? ഹോഷിയാർപൂരിൽ നിന്നും ഒരു സ്ഥലത്തിന്റെ പേരാണ്, ദില്ലിക്ക് അടുത്തുള്ള ഒരു സ്ഥലത്തിന്റെ പേരാണ് എന്ത്? ഹോഷിയാർപൂർ. ഹോഷിയാർപൂർ സെ ഷാദി കാ ബുലാവ ആയാത. ഹോഷിയാർപൂരിൽ നിന്നും കല്യാണത്തിന് ക്ഷണം വന്നിരുന്നു. ഹോഷിയാർപൂരിൽ നിന്നും കല്യാണത്തിന് ക്ഷണക്കത്ത് വന്നിരുന്നു. അങ്ങനെയൊക്കെ പറയും. ട്രെയിൻ സേ ജാന തയ് ഹുവ. എന്തിൽ പോകാമെന്ന് തീരുമാനിച്ചു? ട്രെയിനിൽ പോകാമെന്ന് തീരുമാനിച്ചു. തൈ എന്ന് വെച്ചാൽ തീരുമാനം. തീരുമാനത്തിനാണ് തൈ എന്ന് പറയുന്നത്. അങ്ങനെ ട്രെയിനിൽ പോകാമെന്ന് തീരുമാനിച്ചു. സർദി ഹൽക്കി ഹൽക്കി ദസ്തക് ദേനെ ലഗി തി. സർദി എന്ന് വെച്ചാൽ എന്താ? തണുപ്പ്. കണ്ടോ? തണുപ്പ്. തണുപ്പിനെയാണ് എന്ത് പറയുന്നത്? സർദി. ഹൽക്കി ഹൽക്കി ദസ്തക് ദേനെ ലഗി തി. ഹൽക്കി ഹൽക്കി എന്ന് വെച്ചാൽ ചെറിയ രീതിയിൽ. ദസ്തക് ദേനെ എന്ന് പറഞ്ഞാൽ എന്താ? അനുഭവപ്പെടുക. അതിനെയാണ് ദസ്തക് ദേനെ എന്ന് പറയുക. ഇസ്ലിയെ സോച്ച. തണുപ്പ് പുറത്ത് അനുഭവപ്പെടാൻ തുടങ്ങിയിരുന്നു. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് എന്താ? ഇസ് ബാർ, ഇത്തവണ എസിക്ക് ബജായ്, എസിക്ക് പകരമായിട്ട് ജനറൽ കോച്ച് സഫർ കാ ആനന്ദ് ലിയാ ജായേ. നമുക്ക് എന്തിൽ പോകാം? ജനറൽ കോച്ചിൽ നമ്മുടെ യാത്ര ആസ്വാദ്യകരമാക്കാം, അല്ലെങ്കിൽ എൻജോയ് ചെയ്യാം എന്ന് പറയാണ്. പഹ്ലെ ബീവി ബച്ചെ ജനറൽ സേ ജാനെ പർ കുച്ച് നാരാസ് ഹുയേ. തുടക്കത്തിൽ പഹ്ലെ ആരംഭത്തിൽ എന്താ? ബീവി ബച്ചെ ഭാര്യയും മക്കളും. ബീവി ഒരു അറബിക് വേർഡാണ് ബീവി. ഇവിടെ പറയാണ് ബീവി പറഞ്ഞ വൈഫ്, ഭാര്യയും മക്കളും. ജനറൽ സേ ജാനെ പർ കുച്ച് നാരാസ് ഹുയേ. തുടക്കത്തിൽ ഭാര്യയും മക്കളും എന്താ? AC കോച്ചിന് പകരമായിട്ട് ജനറൽ കോച്ചിൽ പോകുന്നതിന് കുറച്ച് ദേഷ്യം പ്രകടിപ്പിച്ചു, അനിഷ്ടം പ്രകടിപ്പിച്ചു. അവർക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല അങ്ങനെ പോകാൻ. പർഫിർ എങ്കിലും പിന്നീട് ശേഷം എന്തു പറ്റി? തോടി നുഗുർ കെ ബാദ്. കുറച്ച് നാനുഗുർ എന്ന് വെച്ചാൽ എതിർപ്പുകൾ. എതിർപ്പുകൾക്കൊക്കെയാണ് എന്ത് പറയുന്നത്? നാനുഗുർ എന്ന് പറയുന്നത്. എതിർപ്പുകൾക്ക് ശേഷം മാൻഖയെ എന്ന് വെച്ചാൽ എന്താ മക്കളെ? സമ്മതിച്ചു കൊടുക്കുക. സമ്മതിച്ചു. ഓക്കെ, നമുക്ക് ഇത്തവണ എങ്ങനെ പോകാം? AC പകരം ജനറൽ കോച്ചിൽ നമ്മുടെ യാത്ര അടിപൊളിയാക്കാം എന്ന് തീരുമാനിക്കുകയാണ്. ദില്ലി സെ ലഗ്ഭഗ് 8 ഘണ്ടെ കാ സഫർ. ദില്ലിയിൽ നിന്നും എത്ര ദൂരമുണ്ട് വരെ സ്ഥലത്തേക്ക്? സ്ഥലത്തിന്റെ പേരെന്താ? മറന്നു പോവരുത് കേട്ടോ. എന്താ സ്ഥലത്തിന്റെ പേര്? ഹോഷിയാർപൂർ. ഹോഷിയാർപൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്ര ദൂരമുണ്ട്? 8 മണിക്കൂർ യാത്രയുണ്ട്. സഫർ നമ്മൾ പറഞ്ഞല്ലോ അല്ലെ, എപ്പോഴും യൂസ് വരുന്ന ഒരു വേർഡാണ് എന്താ? സഫർ. സീറ്റ് ബുക്ക് ദി. സീറ്റൊക്കെ എന്താ? ബുക്ക് ചെയ്തിരുന്നു. ഇവിടെ കണ്ടോ, വേറെ കുറെ ഇംഗ്ലീഷ് വേർഡ്സ് ആണ് ഇതൊക്കെ അല്ലെ. സീറ്റ്, ബുക്ക്, ഇവിടെ ഒരു അറബിക് വേർഡ് വരുന്നുണ്ട് PV. അതേപോലെ പറയാണ് സീറ്റ് ബുക്ക് ദി. സീറ്റൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. തോ ജ്യാദാ പരേശാനി നഹി ഹുയി. അങ്ങനെ സീറ്റൊക്കെ ബുക്ക് ചെയ്തോണ്ട് തന്നെ എന്താ? വേറെ ബുദ്ധിമുട്ടുകൾ ഒന്നും ഉണ്ടായിരുന്നില്ല. പരേശാനി ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ എന്താ? കഷ്ടപ്പാടുകൾ. അങ്ങനെ സീറ്റ് ബുക്ക് ചെയ്തതുകൊണ്ട് തന്നെ എന്താ? വേറെ വേവലാതികളൊന്നും ഉണ്ടായിരുന്നില്ല. ബച്ചോനെ ജഡ് ഗിർക്കി വാലി സീറ്റ് ഛപ്പട്ലി. കുട്ടികൾ എന്ത് ചെയ്തു? ബച്ചോനെ ജഡ്, കുട്ടികൾ പെട്ടെന്ന്. ജഡ് എന്ന് വെച്ചാൽ എന്താ? പെട്ടെന്ന് തന്നെ. ഗിർക്കി വാലി സീറ്റ് ചപ്പട്ലി, ഒരു വിൻഡോയ്ക്ക് അരികിലുള്ള സീറ്റ് എന്താ? ചപ്പട്ലി, കൈയിറക്കം ചെയ്യുക അല്ലെങ്കിൽ എന്താ? അവരുടേതാക്കി മാറ്റുക. ചപ്പട്ലി, അവിടെ പോയിട്ട് ഒരു സ്ഥാനം പിടിച്ചു. സാരാ സാമാൻ സെറ്റ് കർ. എല്ലാ ലഗേജസ് കാര്യങ്ങൾ, കല്യാണത്തിന് പോകുക അല്ലെ, അപ്പൊ കയ്യിൽ എന്താ? കുറെ ലഗേജസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. 3-4 ആളുകൾ ഉണ്ടല്ലോ. അപ്പോ ഇവരെ ലഗേജ് ഒക്കെ എന്ത് ചെയ്തു? സാരാ സാമാൻ സെറ്റ് കർ, എല്ലാം സെറ്റ് ചെയ്തിട്ട്. മേം ഓർ പത്നി, ഞാനും ഭാര്യയും. ബാത്തോ മേ മഷ്ഗൂൽ ഹോ ഗയേ, ഞങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ വ്യാപൃതരായിരിക്കുക അല്ലെങ്കിൽ എൻഗേജ് ആയിരിക്കുക, മുഴുകിയിരിക്കുക. അതിനൊക്കെ എന്ത് പറയുന്നത്? മഷ്ഗൂൽ എന്ന് പറയുന്നത്. മഷ്ഗൂൽ ഹോ ഗയേ, ഞങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങളിൽ ഞങ്ങൾ മുഴുകിയിരുന്നു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇതിൽ ഫസ്റ്റ് പാരഗ്രാഫിൽ ചർച്ച ചെയ്തിട്ടുള്ളത്. രണ്ടാമതായിട്ട് പറയാണ്, രണ്ടാമത്തെ പാരഗ്രാഫിൽ പറയാണ്, ദീദി, ചേച്ചി, ജമ്മു കി ഷാൽ ലേലോ. എന്താ പറയുന്നത്? ജമ്മുവിൽ നിന്നും കൊണ്ടുവന്ന ഷാളാണ്, വാങ്ങിച്ചോളൂ. ബഹൂത് ബഡിയ ഹേ, ബഹൂത് ബഡിയ. അങ്ങനെ വെച്ചാൽ എന്താ? ക്വാളിറ്റി, വളരെ ക്വാളിറ്റി ഉള്ള ഒന്നാന്തര സാധനാണ്. ബഹൂത് ബഡിയ ഹേ, വളരെ നല്ല സാധനാണ്. രംഗ് ബിരംഗി ഷോളോം കാ ഭാരി ഘട്ടർ ഉഡായേ. രംഗ് ബിരംഗി ഷോളോം എന്ന് വെച്ചാൽ എന്താ? മെനി ടൈപ്സ് ഓഫ് കളേഴ്സ്, പല വർണ്ണത്തിലുള്ള
പല തരത്തിലുള്ള പല കളേഴ്സിലുള്ള ഷോളോങ്ക ബാരി ഷോളുകളുടെ ബാരി ഗഠർ. ബാരി ഗഠർ എന്ന് വെച്ചാൽ എന്താ? ഭാരി വളരെ വലിയ കനമുള്ള, ഘട്ടർ കെട്ട്. ഘട്ടർ എന്ന് വെച്ചാൽ കെട്ട്, കെട്ട്, വലിയൊരു കെട്ട് എടുത്തിട്ട് എന്താ ഉടായെ എടുത്തുകൊണ്ട്. ഏക് സാംബ്ലി സലോനി. സാംബ്ലി സലോനി. സാംബ്ലി സലോനി എന്ന് വെച്ചാൽ എന്താ? കണ്ടോ, ശ്യാമ നിറത്തിലുള്ള സലോനി, മനോഹരം, ശ്യാമ നിറത്തിലുള്ള അല്ലെങ്കിൽ ഒരു ഇരുണ്ട നിറത്തിലുള്ള കുറച്ച് കളറ് കുറവായിട്ടുള്ള വളരെ സുന്ദരിയായിട്ടുള്ള, കജ്രാരി ആങ്കോംവാലി കണ്ണുകളൊക്കെ മനോഹരമായിട്ട് എഴുതിയിട്ടുള്ള ഒരു യുവതി, ഒരു പെൺകുട്ടി പത്നിക്കോ ഇസ്രാർ കർണേ ലഗി. എന്താ? ഈ ഷോളുകൾ കാണിച്ചുകൊണ്ട് ഭാര്യയെ അട്രാക്ട് ചെയ്യുന്നത്. ഷാളുകൾ കാണിച്ചുകൊണ്ട്. കിത്നെ കി ഹേ? ഭാര്യ ചോദിക്കാണ് യുവതിയോട്, എത്ര രൂപയാണ്? കിത്നെ കി ഹേ? എത്ര രൂപയാണ്? അഡായി സൗക്കി. എത്ര രൂപ പറയുന്നത്? 250. അഡായി സൗ എത്രയാണ്? 250. 250 രൂപ. യുവതി ഭാര്യയോട് തിരിച്ചു പറയാണ് 250 രൂപയാണ്. ഇത്നി മഹങ്കി, ഇത്രയധികമോ? വെരി എക്സ്പെൻസീവ്, വളരെ കൂടുതലാണല്ലോ. അത് വളരെ കൂടുതലാണ് പറയാണ്. ജ്യാദാ പീസ് ലോഗി തോ കം കർ ദൂങ്കി. ഒരുപാട് എടുത്തോളൂ, അപ്പൊ ഞാൻ എന്താ വില കുറച്ചു തരാം. ജ്യാദാ പീസ് ലോഗി, ഒരുപാട് പീസുകൾ ഒരുപാട് എടുത്തോളൂ ഷോള്. തോ കം കർ ദൂങ്കി, അപ്പോൾ ഞാൻ എന്താ പൈസ കുറച്ചു തരാം, വില കുറച്ചു തരാം. അതൊക്കെയാ പറയുന്നത്. മുझे ദുഖാൻ ഖോൽനി ഹൈ ക്യാ? എനിക്കെന്തിനാ കട തുടങ്ങാനോ, എനിക്കെന്തിനാ ഒരു ഷോപ്പ് തുടങ്ങാനോ ഇത്രയധികം എടുത്തിട്ട് ഭാര്യ ഒരു തമാശ രീതിക്ക് എന്താ യുവതിയോട് ചോദിക്കാണ്. ലേ ലോന, എടുത്തോളൂ. ബഹനവും ഓർ ബാബിയും കേലി. ആർക്കൊക്കെ വേണ്ടിയിട്ട്? ബഹനും സഹോദരിമാർക്കും, ബാബിയും സഹോദരന്റെ ഭാര്യ, അതായത് ഏടത്തിയമ്മ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അവർക്കാണ് എന്ത് പറയുന്നത്? ബാബിയും. അങ്ങനെ ഏടത്തിയമ്മമാർക്കും സഹോദരിമാർക്കും എല്ലാവർക്കും കൊടുക്കാലോ, എടുത്തോളൂ ചേച്ചി, അങ്ങനെ പറയാണ്. മേനെ പത്നിക്കോ ഇഷാര കിയ. അപ്പൊ എന്താ ഭർത്താവ് സൈഡിൽ നിന്നിട്ട് ഇഷാര കിയ, ആക്ഷൻ കാണിക്കുന്നുണ്ട്. വേണ്ടാന്നോ അല്ലെങ്കിൽ എടുക്കുന്നോ, എടുത്തൊഴിവാക്കുന്നോ അല്ലെങ്കിൽ വേണ്ടാന്നോ, അങ്ങനെ ഏതോ ഒരു രീതിക്ക് എന്താ പറയുന്നത്? മേനെ പത്നിക്കോ ഇഷാര കിയ, ഞാൻ ഭാര്യയോട് ആക്ഷൻ കാണിച്ചു. तो उसने आंखें तरेकर मुझे चुप रहने का संकेत दिया. അപ്പോഴെന്താ ചെയ്തത് ഭാര്യ? എന്നോട് മിണ്ടാതിരിക്കുക എന്നുള്ള ഒരു ആക്ഷനിൽ ഒരു സന്ദേശം തിരിച്ചും കൊടുക്കാണ്. സങ്കേതം പറഞ്ഞ സന്ദേശം തിരിച്ചിട്ട് ഒന്ന് മിണ്ടാതിരിക്കുക എന്നുള്ള ആക്ഷൻ കാണിക്കാണ്. അച്ഛാ 5 പീസ് ലൂൺ തോ കിത്നെ കെ ദോഗി? ശരി, അങ്ങനെയാണെങ്കിൽ 5 പീസ് ഞാൻ എടുക്കാം. അങ്ങനെയാണെങ്കിൽ എത്ര രൂപയ്ക്ക് എനിക്ക് തരും? 5 പീസ് എടുക്കുകയാണെങ്കിൽ എനിക്ക് എത്ര രൂപയ്ക്ക് തരും? ചോദിക്കാണ്. ആര് ചോദിക്കാണ്? അതെ, പത്നി യുവതിയോട് ചോദിക്കാണ്. 5 പീസ് ഞാൻ എടുക്കുകയാണെങ്കിൽ എനിക്ക് എത്ര രൂപയ്ക്ക് തരും? 200 रुपये पर पीस ले लेना दीदी. എന്താ? 200 रुपये, 200 രൂപയ്ക്ക്, ഓരോ പീസിനും 200 രൂപ എന്ന രീതിയിൽ ഞാൻ തരാം പറയാണ്. അപ്പൊ ഭാര്യ അടുത്തതായിട്ടൊരു നാക്കിടാണ്. എന്താ? ഞാന് 5 ഷോളുകൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ എനിക്ക് അത് എത്ര രൂപയ്ക്ക് തരും? ഓരോ പീസും എത്ര രൂപയ്ക്ക് തരും? അപ്പൊ പറയാണ് 200 രൂപയ്ക്ക് തരാം. ദോസൗ എന്ന് വെച്ചാല് 200 രൂപയ്ക്ക് തരാം എന്ന് പറയാൻ. പറ്റില്ല, അത് നടക്കൂല. എന്താ? 100 रुपये पर പീസ്, ഒരു പീസിന് 100 രൂപ, അതാണെങ്കിൽ ഓക്കെ, അല്ലാതെ മറ്റേത് പറ്റൂല പറയാ. ദീദി, ചേച്ചി, സൗത്ത് ബഹുത് കം ഹേ. എന്താ പറയുന്നേ? ചേച്ചി 100 രൂപ എന്നൊക്കെ വെച്ച് എന്താ വളരെ കുറവാണ്. കഹത്തെ ഹുയെ ഉസ്ക ഗലാരൂന്ത് ഗയ. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അവളുടെ തൊണ്ട ഇടറാണ്. ഗലാരൂന്ത് എന്ന് വെച്ചാൽ തൊണ്ട ഇടറുക. ഗലാരൂന്ത് കണ്ടോ? ഗലാരൂന്ത് തൊണ്ട ഇടറൽ, അതിനാണ് ഗലാരൂന്ത്. അങ്ങനെ അവള് ഈ പത്നി 100 എന്ന് പറഞ്ഞപ്പോ തിരിച്ച് യുവതിയുടെ തൊണ്ട ഇടറുകയാണ്. അപ്പൊ പറയാണ്, ചേച്ചി അത് വളരെ കുറവാണ്, അത് വളരെ കുറവായിട്ടുള്ളൊരു പൈസയാണ്, അത് ശരിയാവില്ല എന്നൊക്കെ രീതിയിൽ പറയാണ്. ഓർ ഉസ്കി കജ്രാരി ആംഗ്യം ബറായി. അവളുടെ കജ്രാരി ആംഗ്യം എന്താ നമ്മൾ നേരത്തെ മീനിങ് പറഞ്ഞത്? അതെ, കൺമശി എഴുതിയ കണ്ണുകൾ. അവളുടെ കരിനീല കണ്ണുകൾ എന്താ നിറയാൻ തുടങ്ങി. കണ്ണുകൾ, ഈ ഒരു കാര്യം പറഞ്ഞപ്പോ അവൾക്ക് ആകെ സങ്കടായി. അപ്പൊ അവളുടെ കണ്ണുകൾ നിറയാൻ തുടങ്ങി. ഉസ്കിയ കജ്രാരി ആംഗ്യം ബാർ ആയി. അവളുടെ കണ്ണുകൾ നിറയാൻ തുടങ്ങി. ചൽ പോട്ടെ, അല്ലെങ്കിൽ എന്താ വിട്ടേക്ക്. ഇന്ന തേരി ഇന്ന മേരി, എന്റേതുമല്ല നിന്റേതുമല്ല, അതായത് അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല, അങ്ങനത്തെ ഒരു അർത്ഥത്തിൽ പറയാണ്. ടേഡ്സ് ഓഫ് പർപ്പീസ്, രണ്ടാൾക്കും വലിയ പ്രശ്നമില്ലാത്തൊരു
രൂപ ഞാൻ പറയാം. ഭാര്യ യുവതിയോട് പറയാണ് എത്രയാണ്? 150 per piece. ഒരു പീസിന് എത്ര? 150 രൂപ വെച്ചിട്ട് തരാം. ഓക്കെ ആണോ? 150 ഞാൻ എന്ത് പറയുന്നത്? 150. ഒരു പീസിന് 150 രൂപ, അങ്ങനെയാണ് പറയുന്നത്. അച്ഛാ ദീദി, ശരി ചേച്ചി. ഠീക്ക് ഹെ, ശരി. ലോ രംഗ് പസന്ത് കർലോ, ചേച്ചിക്ക് ഇഷ്ടമുള്ളത് ഏതാന്ന് വെച്ച് ഇഷ്ടപ്പെട്ട കളേഴ്സ് എന്താ തെരഞ്ഞെടുത്തോളൂ. കുച്ച് സോച്തേ ഹുയെ ഉസ്നെ കഹ, എന്തോ ഒന്ന് ആലോചിച്ചുകൊണ്ട് ആര് പറഞ്ഞു? യുവതി പറയാണ്. ഉസ്നെ കഹ, അവള് പറഞ്ഞു. ഓർ ഗട്ടർ പത്നിക്ക് സാമനെ സർക്കാ ദിയ, അവളുടെ കയ്യിലുള്ള ആ ഭാണ്ഡക്കെട്ട് എന്താ യുവതിക്ക് അല്ല സ്ത്രീക്ക്, പത്നിയുടെ നേരെ എന്താ നീക്കി വെക്കുക. സർക്കാ എന്ന് പറഞ്ഞാൽ നീക്കി വെക്കുക. യുവതി എന്തു ചെയ്തു? ഭാര്യയ്ക്ക് നേരെ ആ ഒരു കെട്ട് ഗട്ടർ എടുത്തുകൊണ്ട് സർക്കാ ദിയ നീക്കി വെക്കുകയാണ് ചെയ്യുന്നത്. പത്നിനെ 5 ഷോളയും അലഗ് കർലി, പത്നി എന്തു ചെയ്തു? 5 ഷോളുകൾ, അവൾക്ക് ഇഷ്ടപ്പെട്ട 5 ഷോളുകൾ എന്താ അലഗ് തെരഞ്ഞെടുത്തു, മാറ്റിവെച്ചു. അലഗ് കർലി, ഇഷ്ടപ്പെട്ടത് 5 എണ്ണം വേണ്ട പോലെ മാറ്റിവെച്ചു. और മേരി ഓർ ദേഖ്, എന്റെ നേർക്ക് നോക്കി, അതായത് ഭർത്താവിന്റെ നേരെ നോക്കി. രുപ്പയെ ദേനിക്ക ഇഷാര ഗി, എന്താ പൈസ കൊടുക്കാനുള്ള ആക്ഷൻ കാട്ടാണ്. പൈസ ഷാൾ ഇഷ്ടപ്പെട്ട 5 എണ്ണം എടുത്തു, ഇനി പൈസ കൊടുക്കുക എന്നുള്ളൊരു ആക്ഷൻ ഭർത്താവിന് നേരെ നോക്കുകയാണ്. ഇഷാര പറഞ്ഞാൽ എന്താ ആക്ഷൻ, പൈസ കൊടുക്കുക എന്നുള്ളൊരു ആക്ഷൻ കാട്ടുകയാണ്. മേനെ ജഡ്, ഞാൻ എന്താ പെട്ടെന്ന് തന്നെ. ഇവിടെ മേനെ മേം എന്നൊക്കെ ഉദ്ദേശിക്കുന്നത്, അതായത് അഞ്ജു വെർബ് എന്താ നമ്മുടെ ഓദർ എന്താ ഒരു പുരുഷനായിട്ട് സങ്കല്പിച്ചുകൊണ്ടാണ് ഈ ഒരു കഥ എഴുതുന്നത്. താൻ ഒരു പുരുഷനാണ് എന്ന് സങ്കല്പിച്ചുകൊണ്ട് ഒരു കഥ എഴുതാണ്. അതുകൊണ്ടാണ് ഇവിടെ എന്താ മേനെ മേം എന്നൊക്കെയുള്ള അർത്ഥം വരുന്നത്. ഇവിടെ പറയണം മേനെ ജഡ് 750 രൂപയെ നിക്കൽക്കർ ദേ ദിയ, ഞാൻ എന്ത് ചെയ്തു? പെട്ടെന്ന് തന്നെ 750 രൂപയെ, ഞാൻ പെട്ടെന്ന് തന്നെ 750 രൂപ എടുത്തെന്താ കൊടുത്തു. ഈ യുവതിക്ക് 750 രൂപ അവളുടെ 5 ഷാളിന്റെ പൈസ എടുത്തു കൊടുത്തു. ഉസ്കെ ജാനെ കെ ബാദ്, അവൾ പോയതിന് ശേഷം എന്താ രാസ്തേ ഭർ, വഴിയിലുടനീളം, രാസ്തേ ഭർ പോകുന്ന വഴിയിലൊക്കെ എന്താ പത്നിക്ക് സുയി, ഭാര്യയുടെ ചിന്ത, സുയി എന്ന് വെച്ചാൽ ചിന്ത, അതിനെയാണ് പറയുന്നത്. ഇസി ബാത് പർ, ഈ ഒരു കാര്യത്തിൽ, ഇസി ബാത് ഈ ഒരു കാര്യത്തിൽ, അടക്കി രഹി, അടക്കി രഹി എന്ന് പറഞ്ഞാൽ തങ്ങി നിൽക്കുക, തങ്ങി നിൽക്കുക. അടക്കി രഹി സ്റ്റക്കായി നിൽക്കുക, അതിനൊക്കെയാണ് അടക്കി രഹി. ആ യുവതി അവളുടെ ഭാണ്ഡക്കെട്ടും അവളുടെ ആ ഗട്ടർ അതായിട്ട് പോയതിനു ശേഷവും ഭാര്യയുടെ ചിന്ത എവിടെ തങ്ങി നിൽക്കുകയായിരുന്നു? വോ ഏക് ബാർ മേം ഹി 150 മേം മാൻ ഗയി, എന്താ പറയുന്നത്? വോ ഏക് ബാർ മേം ഹി, അവൾ ഒറ്റ തവണ കൊണ്ട് എന്താ ഒരു തവണ പറഞ്ഞപ്പോഴേക്കും 150 മാൻ ഗയി, എന്താ 150 രൂപ എന്നുള്ളത് എന്താ സമ്മതിച്ചു തന്നു. 150 വേറെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പറയാതെ ശരി ചേച്ചി എന്ന് പറഞ്ഞ് സമ്മതിച്ചു തരിക ചെയ്തത് അല്ലേ? മേലെ നമ്മൾ പറഞ്ഞല്ലോ. ഗൽത്തി ഗി, ഭാര്യയ്ക്ക് ആകെ ടെൻഷനുള്ള വകയായിട്ടുണ്ട്. പറയാണ് ഗൽത്തിക്ക്, എനിക്കെന്താ തെറ്റ് പറ്റിപ്പോയി. ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, എന്താ ആകെ തെറ്റ് പറ്റി, ആകെ തെറ്റാണ് പറ്റിയത്. പറയുന്ന എന്താ ദോടാ തോൽമോൾ ഓർ കർണാ ചാഹിയത, ഞാൻ എന്ത് ചെയ്യണമായിരുന്നു? കുറച്ചുകൂടിയൊക്കെ വില പേശേണ്ടതായിരുന്നു, അല്ലെങ്കിൽ ബാർഗെയിനിങ് ചെയ്യേണ്ടതായിരുന്നു. തോൽമോൾ കർണ പറഞ്ഞാൽ എന്താ വില പേശുക. എനിക്ക് തെറ്റ് പറ്റിപ്പോയി, ഞാൻ എന്താ യുവതിയോട് കുറച്ചുകൂടി വില പേശേണ്ടതായിരുന്നു, അങ്ങനെ പറയാണ്. ഓർ കർണ ചാഹിയത, ഞാൻ അങ്ങനെ പറയേണ്ടതായിരുന്നു. ഓർ മേരി സുയി, എന്റെ ചിന്ത എന്തായിരുന്നു? അതായത് ഭർത്താവിന്റെ ചിന്ത എന്തായിരുന്നു? അതീത് മീൻ ജാ അടക്കീതി, പാസ്റ്റിനെയാണ് എന്ത് പറയുന്നത്? അതീത്, കഴിഞ്ഞു പോയിട്ടുള്ള ഒരു കാലത്തിനെയാണ് അതീത് എന്ന് പറയുന്നത്. അതീത് മീൻ ജാ അടക്കീതി, എന്റെ മനസ്സിൽ ഒരു ചിന്ത എന്താ പണ്ടത്തെ കാലത്തിൽ സ്റ്റക്കായി നിൽക്കുകയായിരുന്നു. ബേട്ടിക്കോ ഗോദ്മേം ബിഡാ, ബേട്ടിക്കോ ഗോദ്മേം മകളെ മടിയിലിരുത്തിക്കൊണ്ട്, ഗോദ് എന്ന് പറഞ്ഞാൽ മടി, മടിത്തട്ടിനെയാണ് ഗോദ് എന്ന് പറയുന്നത്. കണ്ടോ, ഗോദ് മടിത്തട്ട്, മടിയിലിരുത്തിക്കൊണ്ട്, ബിഠ മടിയിലിരുത്തിക്കൊണ്ട്. റെയിൽഗാഡിക്ക് ഗിഡ്കീസേ, റെയിൽഗാഡി തീവണ്ടിയുടെ ജനലിലൂടെ, ജാങ്ത മേം സോച്ച് രഹാദ, ഗിഡ്കിയുടെ പുറത്തേക്ക് നോക്കിക്കൊണ്ട് ഞാൻ എന്താ സോച്ച് രഹാദ, ഞാൻ ചിന്തിക്കുകയായിരുന്നു. എന്ത് കാര്യം? മേരെ പിതാബി റെയിൽഗാഡി മേ സാമാൻ ബേച്ച്
എൻ്റെ അച്ഛനും എന്തായിരുന്നു? റെയിൽഗാഡി തീവണ്ടിയിൽ സാധനം വിൽക്കുന്ന ആളായിരുന്നു. അപ്പോൾ അദ്ദേഹം റെയിൽഗാഡിയിൽ തീവണ്ടിയിൽ സാധനം വിറ്റുകൊണ്ട് എപ്പോഴായിരുന്നു ധക്കെ ഹാരെ എന്ന് വെച്ചാൽ ക്ഷീണിച്ച് അവശനായിക്കൊണ്ട് ഘർ ആത്തെ വീട്ടിൽ വന്നിരുന്നത്. അദ്ദേഹം ക്ഷീണിച്ച് അവശനായി തൻ്റെ സാധനങ്ങളൊക്കെ വിറ്റിട്ട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വീട്ടിലേക്ക് വന്നിരുന്നത്. തോ ഉൻകി ആങ്കോമേ, അപ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണുകളിലും വഹി നമീതി, ഞാൻ ആ നനവ് കണ്ടിരുന്നു. ആരുടെ? ജോ ആജ് ഉസ് യുവതി കി ആങ്കോമേം ദേ, ഇന്ന് ഞാൻ കണ്ട അല്ലെങ്കിൽ ഇന്ന് ഞാൻ ട്രെയിനിൽ നിന്നും കണ്ടുമുട്ടിയ ആ യുവതിയുടെ കണ്ണുകളിൽ കണ്ട ആ നനവ് ഞാൻ എൻ്റെ അച്ഛൻ്റെ കണ്ണുകളിലും പണ്ട് കണ്ടിരുന്നു. ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. ഇവിടെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്? ഇവിടെ 3 തരത്തിലുള്ള ആളുകളുടെ ക്യാരക്ടേഴ്സ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അല്ലെ? ഒന്ന് എന്താ? അതെ, ഒരു ബേച്ചാര, ഒരു പാവപ്പെട്ട, ഇന്നത്തെ സംഘർഷങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ നേരിടുന്ന ഒരു യുവതി. അവളുടെ ഉപജീവന മാർഗം എന്ന് വെച്ചാല് ഈ ഷോളൊക്കെ വിറ്റിട്ട് കിട്ടുന്ന പൈസ കൊണ്ട് വേണം അവളുടെ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ. പക്ഷേ ഇവിടെ ഈ ഒരു സ്ത്രീ അഥവാ പത്നിയുടെ ക്യാരക്ടർ എന്താ? അതെ, ഒരു ബൂർഷ്യായ അല്ലെങ്കിൽ അവളുടെ സ്വന്തം ലാഭം മാത്രം നോക്കിക്കൊണ്ട് മറ്റുള്ളവരുടെ ലാഭത്തിന് ഒരു വിലയും കൽപ്പിക്കാതെ സ്വന്തം കാര്യം മാത്രം നോക്കുക, ആ ഒരു രീതിയിലുള്ള ഒരു സ്ത്രീ. അതാണ് സ്ത്രീ. അവളെന്താ? അവൾക്ക് ലാഭം കിട്ടിയോ അല്ലെങ്കിൽ നഷ്ടം വന്നല്ലോ എന്ന ചിന്ത മാത്രമാണ് അവളുടെ മനസ്സിലുള്ളത്. പക്ഷെ എന്താ? അവളുടെ ഭർത്താവ് ഈ ഒരു കാലഘട്ടം പണ്ട് അനുഭവിച്ച ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന് ഇതൊക്കെ കണ്ടപ്പോൾ ഓർമ്മകൾ പണ്ടത്തെ കാലത്തേക്ക് മനസ്സ് പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ മനസ്സെന്താ? അതീത്മേം അടക്കി രഹിത, അദ്ദേഹത്തിന്റെ മനസ്സ് പണ്ടത്തെ കാലത്തിലേക്ക് അവിടെ പോയിട്ട് ഒന്ന് സ്റ്റക്കായി നിൽക്കുന്നത്. അങ്ങനെ 3 തരത്തിലുള്ള ആളുകളെ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. എസിക്ക് ബജായ്, ഇതെന്താന്ന് വെച്ചാൽ നമ്മുടെ സൈഡ് ആക്ടിവിറ്റീസ് ആണ്. ടെക്സ്റ്റ് ബുക്കിലുള്ള സൈഡായിട്ട് കൊടുത്തിട്ടുള്ള ആക്ടിവിറ്റീസ്. ഒരു 4 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാം. ഇതൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ രീതിയിൽ അല്ലെങ്കിലും വേറെ ഏതെങ്കിലും രീതിക്കും ക്വസ്റ്റ്യൻസ് വരാം. അവിടെയൊക്കെ ആഡ് ചെയ്യാൻ പറ്റുന്ന ആൻസേഴ്സ് ആണ് കേട്ടോ. ഇത് നല്ല ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ നോക്കണം. നല്ലോണം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗമാണ് കേട്ടോ. നോക്കിയാലോ. एसी के बजाय जनरल कोच से सफर का आनंद लेना, इसका मतलब क्या हो सकता है? एसी के बजाय, एसी के पगरम जनरल कोच से सफर का आनंद लेना, इसका मतलब क्या हो सकता है? एसीക്ക് പകരം ജനറൽ കോച്ചിൽ പോയിട്ട് നമ്മുടെ യാത്രയുടെ ആനന്ദം കണ്ടെത്താം. അങ്ങനെ പറയുന്നതിന് പിന്നിലുള്ള കാരണം എന്തായിരിക്കാം? എല്ലാവർക്കും അറിയാം അല്ലെ? നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. ജനറൽ കോച്ച് യാത്ര കർണേസെ, ജനറൽ കോച്ചിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ കർണേസെ അലഗ് അലഗ് പലതരത്തിലുള്ള വെറൈറ്റി ഓഫ് പലതരത്തിലുള്ള തരക്കെ ലോകോം കെ മിൽ സക്തെ ഹെ, പലതരത്തിലുള്ള ആളുകളെ നമുക്ക് എന്താ കാണാൻ സാധിക്കും. ഉൻകെ ജീവൻ കോ കരീബ് സെ ദേഖ് സക്തെ ഹെ, അവരുടെ ജീവിതത്തിന് എന്താ വളരെ നല്ല രീതിയിൽ വളരെ ആഴത്തിൽ നമുക്ക് എന്താ മനസ്സിലാക്കാനും സാധിക്കും. ഉൻകി സംബന്ധിത് ബാത്തോം കി, അവരുമായിട്ട് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ സാമാന്യ രൂപ മിൽനെ ഓർ സമജ് ലേനെ കാ അവസർ ഭി മിൽത്താ ഹെ, അവരുടെ ജീവിതവും വളരെ സാധാരണയായിട്ടുള്ള ഒരു രൂപത്തിൽ മനസ്സിലാക്കാനും കണ്ടുമുട്ടാനും നമുക്കെന്താ ഒരു അവസരം കൂടി ലഭിക്കുന്നു. സബ്സെ പരെ, എല്ലാത്തിനും ഉപരിയായിട്ട് എന്താ ജീവിതത്തിൽ സംഘർഷ് കർണേ വാലെ, ജീവിതത്തിൽ പ്രതിസന്ധികൾ നേരിടുന്ന ലോഗോം കോ മഹസൂസ് കർ സക്തേ ഹേ, ജീവിതത്തിൽ വെല്ലുവിളികൾ നേരിടുന്ന വ്യക്തികളെ കൂടി നമുക്ക് പരിചയപ്പെടാനും കാണാനും സാധിക്കുന്നു, മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണെന്ത്? യുവതിക്ക് ഗല രൂൽ ജാനെ കാ കാരൻ ക്യാ ഹോ സക്താ ഹേ, യുവതിയുടെ ഗല തൊണ്ട ഇടറുവാനുള്ള കാരണം എന്തായിരുന്നു? നമ്മൾ നേരത്തെ പറഞ്ഞതാണല്ലേ. ജബ് പത്നീനെ, എപ്പോഴാണ് പത്നി കം പൈസേ മേ ഷോൾ ഖരീദ്നെ കി ബാത് കഹി, വളരെ കുറഞ്ഞ പൈസക്ക് ഷോൾ വാങ്ങാനുള്ള ശ്രമം, ബാത് കഹി കാര്യം പറഞ്ഞത്. അതായത് 100 രൂപയ്ക്ക് തരണം എന്ന് ഭാര്യ പറഞ്ഞല്ലോ. അപ്പോൾ
तो उसे अपने घर की ആർത്തിക് സ്ഥിതി അപ്പോൾ അവൾക്ക് എന്താ അവളുടെ വീട്ടിലെ സാമ്പത്തിക സ്ഥിതിയും ആർത്തിക് സ്ഥിതി എന്ന് വെച്ചാല് സാമ്പത്തിക സ്ഥിതി, അതായത് ഫിനാൻഷ്യലി ആയിട്ടുള്ള കുറെ പ്രോബ്ലംസ് ഉണ്ട് അതൊക്കെ, പിന്നെ പരിവാർക്കി സംഘർഷവും കുടുംബത്തിലെ പ്രശ്നങ്ങൾ വെല്ലുവിളികൾ അതൊക്കെ എന്താ യാദ് അവൾക്ക് അതെല്ലാം എന്താ ഓർമ്മ വന്നു. ഇസ്ലിയെ ഉസ്ക ഗലാ രൂൻ ഗയ അതുകൊണ്ട് എന്താ അവളുടെ തൊണ്ട ഇടറി. ഇസ്ലിയെ ഉസ്ക ഗലാ രൂൻ ഗയ അതുകൊണ്ട് അവളുടെ തൊണ്ട ഇടറി. ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ വരുന്നത്. യുവതിയുടെ തൊണ്ട ഇടറാനുള്ള കാരണം എന്തായിരുന്നു, എന്ത് പറഞ്ഞപ്പോഴാണ് അവളുടെ തൊണ്ട ഇടറിയത്, ആ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ ആണിത്. ഇതൊക്കെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഭാഗത്ത് ആഡ് ചെയ്യാൻ പറ്റുന്ന പോയിന്റ്സ് ആണ് കേട്ടോ. നല്ലോണം ശ്രദ്ധിക്കണം, നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാനും പറ്റും. വോ ഏക് ബാർ മേം ഹി ടേഡ്സവ് മേ മാൻ ഗയി. അടുത്ത ചോദ്യമാണ്, എന്താണ് വോ ഏക് ബാർ മേം ഹി ടേഡ്സവ് മേ മാൻ ഗയി. എന്താ അവള് ഒറ്റ തവണ കൊണ്ട് തന്നെ 150 രൂപ എന്ന് പറഞ്ഞപ്പോ എന്താ സമ്മതിച്ചു തന്നു. എന്താ ഗൽത്തിക്ക് തെറ്റുപറ്റി, നമ്മൾ നേരത്തെ പറഞ്ഞൂലെ തെറ്റാണ് പറ്റിയത്. എന്താ ദോടാ തോൽമോൾ ഓർ കർണ ചാഹിയതാ, ഞാൻ എന്താ കുറച്ചുകൂടി വില പേശേണ്ടതായിരുന്നു അല്ലെങ്കിൽ ബാർഗെയിനിങ് ചെയ്യേണ്ടതായിരുന്നു. ഇസ് കഥൻ മേ ലോഗോं के किस മനോഭാവ് का പരിചയം मिलता है. ഇതിൽ നിന്നും സമൂഹത്തിന്റെ എന്ത് തരത്തിലുള്ള മനോഭാവമാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, അതാണ് ചോദിക്കുന്നത്. പറഞ്ഞാലോ, ഇസ് കഥന്മേ ഈ ഒരു പ്രസ്താവനയിൽ നിന്നും ലോഗോं के मोल भाव करने की प्रवृत्ति और സമൂഹത്തിന്റെ മോൾഭാവ് കർണിക അതായത് മറ്റുള്ളവരെ ചൂഷണം ചെയ്യുക അല്ലെങ്കിൽ സ്വന്തം താല്പര്യം മാത്രം നോക്കുക എന്നുള്ള ഒരു പ്രവൃത്തിയും ഓർ ഗരീദാരി അതായത് വാങ്ങുന്ന, ഗരീദാരി എന്ന് വെച്ചാൽ കസ്റ്റമറിനെയാണ് എന്ത് പറയുന്നത്, ഗരീദാരി എന്ന് പറയുന്നത്. കസ്റ്റമറുടെ മേം ലാഭ്, കസ്റ്റമർക്ക് ലാഭം മാത്രം നേടാനുള്ള, പാനേക്ക് നേടുവാനുള്ള മാനസികതാക്ക മനോഭാവ് പ്രകട ഹോതാ ഹെ, മാനസികമായിട്ടുള്ള ഒരു പ്രവണതയെയാണ് സൂചിപ്പിക്കുന്നത്. മാനസികതാക്ക മനോഭാവ്, മാനസികമായിട്ടുള്ള ഒരു പ്രവണത. അങ്ങനെ സ്വന്തം ലാഭം മാത്രം ലഭിക്കണം എന്നുള്ള ഒരു അഹങ്കാരം അല്ലെങ്കിൽ ഒരു ആർത്തി, അതിനെയാണ് ഇവിടെ പ്രകടമാക്കുന്നത്. അതായത് ഷോപ്പുകളിൽ പോയിട്ട് വലിയ വലിയ പൈസക്ക് സാധനം വാങ്ങിയാലും കുഴപ്പമില്ല, ഇത്തരത്തിലുള്ള ചെറുകിട വ്യാപാരികളുടെ കയ്യിൽ നിന്നും സാധനങ്ങൾ വാങ്ങുമ്പോൾ അതിൽ നിന്നും തൻ്റെതായിട്ടുള്ള ലാഭം മാത്രം കിട്ടണമെന്ന് ആശിക്കുന്ന ഒരു മനസ്സ് മാത്രമാണ് ഇവിടെ കാണുന്നത്, പത്നിയുടെ മനസ്സിൽ കാണുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ സൈഡ് ആക്ടിവിറ്റീസിൽ പറയുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഗതിവിധിയാം എന്നൊരു ഭാഗം കൂടി നോക്കേണ്ടതായിട്ടുണ്ട്. ഗതിവിധിയാം എന്നുള്ള ഭാഗം നമുക്ക് അടുത്ത പാർട്ടിൽ ഉൾപ്പെടുത്താം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ, താങ്ക് യു.